ഹായ് മക്കളെ, നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു കിടിലൻ ക്വസ്റ്റ്യനാണ് ഈ കാണുന്നത്. ഇതുപോലെ സമ്മ് തന്നുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം ഫസ്റ്റ് ടേം എത്ര, ചിലപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കോമൺ ഡിഫറൻസ് എത്ര, ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യാൻ നോക്കാം. SN ഈസ് ഈക്വൽ ടു 3n² + 2n. അതായത് സമ്മാണ് തന്നതെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ശ്രദ്ധിച്ചോ, ഇവിടെ D എന്ന് പറഞ്ഞാൽ ഈ n² കൂടെയുള്ള നമ്പറിൻ്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ n² കൂടെയുള്ള നമ്പർ 3 ആണെങ്കിൽ അതിൻ്റെ D എന്ന് പറഞ്ഞാൽ 2 × 3 ദാറ്റ് ഈക്വൽ ടു 6 ആയിരിക്കും. D എന്ന് പറഞ്ഞാൽ n² കൂടെയുള്ള നമ്പറിൻ്റെ ഡബിൾ. ഈ ചോദ്യം പരീക്ഷയ്ക്ക് വരുമോ? റൂയി 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 ഈ ചോദ്യം പരീക്ഷയ്ക്ക് വരുമോ? വീഡിയോ വീഡിയോ അത് വീഡിയോ എടുക്കുന്നുണ്ട്. അത് വാ എന്നാ വേണ്ട ഓക്കെ. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ചോദ്യം എന്താ? വാ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ പറയും ബേബിക്ക് ഇപ്പം ഇവിടുത്തെ ബേബിനോട് അത് വാങ്ങിക്കൊണ്ടൊരു ബാഗ്. സോ ഇതിൻ്റെ ആദ്യ പദം എന്ന് പറഞ്ഞാൽ എത്രയാ? എന്നിന് നിങ്ങൾ 1 കൊടുക്കാം. പോയിക്കോ അതിൽ തുറന്ന് പോയിക്കോ. ആ സാധനം കൊണ്ട് വെച്ചാൽ ആ സാധനം കൊണ്ട് വെച്ചാൽ ഇവിടെ റൂയി വാതിൽ തുറന്നോ. നീ വാതിൽ തുറന്നോ. ആര് കൊണ്ടോ വീഡിയോ ഓണില്ല. സോ ഇതിൻ്റെ ആദ്യ പദം എന്ന് പറഞ്ഞാൽ എന്താ? എന്നിന് നമ്മൾ 1 കൊടുക്കുക. അപ്പോൾ 3 × 1² + 2 × 1. n × 1² അതായത് 3 + 2 × 1 2. ദാറ്റ് ഈസ് 3 + 2 = 3 ആണ്, 5 ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടെത്താൻ പറ്റും. ഇതാണ് ആദ്യത്തെ ചോദ്യം കേട്ടോ, ഫസ്റ്റ് ടേം എത്ര. ഇനി അടുത്തൊരു ചോദ്യം ശ്രദ്ധിച്ച്, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്? ഇതിൻ്റെ ആദ്യത്തെ 2 പദങ്ങൾ എത്ര? തുക S2 കാണാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി ഇത് തന്നെ. എന്നിന് നേരെ 2 കൊടുത്താൽ മതി. 3 × 2² + 2 × 2. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ആദ്യത്തെ n പദങ്ങളുടെ തുകയാണ്. അപ്പോൾ 2 കൊടുത്താൽ 2 പദങ്ങളുടെ തുക, 5 കൊടുത്താൽ 5 പദങ്ങളുടെ തുക. സോ എന്ത് കിട്ടും? 3 × 2² എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3 × 4 12 + 4 16. ഓക്കെ ആണല്ലോ മക്കളെ? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത് പറ്റുന്ന ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യും. ഫൈൻഡ് ദ nth ടേം ഓഫ് ദി സീക്വൻസ്. ഇതിൻ്റെ n-ാം പദം എത്ര? അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യനാണ്. അതായത് നിങ്ങൾക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തരശ്രേണിയുടെ ആദ്യ പദവും അറിയാം, അതിൻ്റെ ഡിയും അറിയാമെങ്കിൽ ഒരു പണിയില്ല. xn കാണാൻ dn + f - d ചെയ്താൽ മതി. അപ്പോൾ 6n - 1 കിട്ടും. ഇനി പരീക്ഷയ്ക്ക് തന്നെ തിരിച്ചും ചോദിക്കാം. അതായത് xn തന്നിട്ട് f എത്ര d എത്ര ചോദിച്ചാൽ xn ആണ് തന്നതെങ്കിൽ n-ൻ്റെ കൂടെയുള്ള നമ്പർ ആയിരിക്കും d വരിക. എന്നാൽ SN ആണ് തന്നെങ്കിൽ n² കൂടെയുള്ളതിൻ്റെ ഡബിൾ ആയിരിക്കും d വരിക. അതാണ് ഇതിൻ്റെ മാറ്റം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. f എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ n-ന് 1 കൊടുത്താൽ മതി, ഈസി. സോ എല്ലാ SSLC ഫ്രണ്ട്സിൻ്റെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. എല്ലാവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ പറയാം. നമുക്ക് അടിപൊളിയാക്കണം.